അങ്ങനെ കമലാമ്മ ബോധം കെട്ട് വീഴുമ്പോൾ എല്ലാവരും കൂടിയിട്ട് പൊക്കി താങ്ങി റൂമിലേക്ക് കൊണ്ടുവന്ന് കെടുത്താണ്. നന്ദിനി ഓടിപ്പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വിനായകനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചൊക്കെ അവിടെ ഒരിക്കൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കമലാമ്മയുടെ മുഖത്തൊക്കെ തെളിച്ചതിന് ശേഷം കമലാമ്മ കണ്ണ് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് പേടിയോടുകൂടി ചോദിക്കുന്നുണ്ട്, മാഷേ അവർ പോയോ മാഷേന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട് അവർ പോയി കമലൊക്കെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയേ ഇല്ല, അങ്ങനെ ഇല്ല എന്നൊന്നും പറയണ്ട എന്ന് നന്ദിനി പറയുകയാണേ. പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനയേട്ടന് നല്ല അടിയും ചവിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നെ അച്ഛനെ കഴുത്തിന് പിടിച്ച് എന്നെ തള്ളിയിട്ട് അച്ഛനെ കഴുത്തിന് പിടിച്ച് ഉന്തിയിട്ടു എന്നൊക്കെ നന്ദിനി എടുത്തിട്ട് പറയുകയാണേ. അപ്പോൾ കമലമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ആകെ വിഷമാവും. അപ്പോൾ പറയുന്നുണ്ട് മാഷേ, എന്നിട്ട് മാഷയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കും. എനിക്കൊന്നുമില്ല കമല വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണേ. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, വിശ്വട്ട് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് വെച്ചാൽ വിക്രമിൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, എന്തിനാണ് അയാളുടെ സഹായം തേടുന്നത്? ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം അയാളുടെ അടുത്ത് നിന്ന് മാറി വരാമെന്ന് നമ്മളോട് സമ്മതിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇനി അയാളോട് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് തന്നെ പറയാണേ. അപ്പോൾ ശ്രീജ ശരി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ മാഷോടാണെന്നുണ്ടെങ്കിൽ കമലാമ്മ ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും മാഷേ വിക്രമിൻ്റെ കാര്യം ചോദിക്കുകയാണേ. വിക്രം എന്തായാലും അയാളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടല്ല അയാൾ ഇങ്ങനെ കയറി അന്വേഷിക്കുന്നത്. വിക്രമ സുരക്ഷിതമായി വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ കമലാമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവാണ്. എന്തായാലും അവൻ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ശ്രീനിവാസനെ ഉപേക്ഷിച്ച് വരും എന്ന് പറഞ്ഞതല്ലേ, ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഈ കൊലപാതകം ചെയ്തത് അവനല്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് എൻ്റെ മോനെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, സാരില്ല കമല, ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടിയിട്ട് എല്ലാം ശരിയാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ഇഷിതയുടെ ഫോണിലേക്ക് വേദ വിളിക്കുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വിക്രം എന്തെങ്കിലും കഴിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കഞ്ഞി കുടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ഉച്ചയ്ക്കേക്ക് റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇന്നലത്തെ മീൻകറി ഉണ്ട്, ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, പിന്നെ കുറച്ച് ആപ്പിൾ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, അതും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം, എന്താ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പോടി എന്ന് പറയാം കേട്ടോ. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. വിക്രമിനെ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരുമോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെന്ന് പറയും. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നീ എന്തായാലും ഇവിടേക്കൊന്നും അങ്ങനെ ആരും വരാനൊന്നും പോകുന്നില്ല, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയും. എന്നാലും എനിക്ക് ഇവിടെ ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയും കേട്ടോ. അപ്പം ഇഷിത് ചോദിക്കും, ഇപ്പം എന്താ വേണ്ടത്, ഫോൺ കൊടുക്കണോ? അല്ല നിനക്ക് തിരക്കുണ്ടെങ്കിൽ എന്ന് പറയും കേട്ടോ. എനിക്ക് തിരക്കുണ്ട്, എന്താ? അല്ല ഒന്ന് കൊടുക്കടി എന്ന് പറയും കേട്ടോ. അങ്ങനെ വേഗം തന്നെ ഇഷിത പോയിട്ട് ഫോൺ വിക്രമിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അതേ അവൾക്ക് ടെൻഷൻ ഉണ്ടെന്ന്, ടെൻഷനായിരിക്കും 36 എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഫോൺ വാങ്ങാണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം ഇഷിതയ്ക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇഷിത വന്ന് പറയണ ആൾക്ക് ഒരു സമാധാനം ഇല്ല, ഇവിടേക്ക് ആരെങ്കിലും അന്വേഷിച്ച് വരുമോ എന്നുള്ള ടെൻഷനാണെന്ന് പറയും കേട്ടോ. എന്തായാലും ഇവിടേക്ക് ആരും അന്വേഷിച്ചൊന്നും വരാൻ പോകുന്നില്ലേ, ഈ സ്ഥലമൊന്നും അങ്ങനെ അത്ര ആർക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇഷിത പറയുകയാണ്. എന്തായാലും നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ ഏറെക്കുറെ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി കുറേ കാര്യങ്ങൾ. എന്നാലും ഞാനൊരു കാര്യം മാത്രം ചോദിക്കട്ടെ, നിങ്ങൾക്കിടയിൽ ഇത്രയും കെയറിങ്ങും ഇത്രയും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടായിട്ടും പരസ്പരം തുറന്നു പറയാതെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കഴിയുന്നത്, എങ്ങനെ കഴിയാൻ പറ്റുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാതെ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ വിക്രം പറയാണ്, ആര് പറഞ്ഞു ഞങ്ങൾ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല എന്ന്? വേദന കണ്ണിലൂടെ എനിക്ക് ആ പ്രണയം മനസ്സിലായിട്ടുണ്ട്, പരസ്പരം കണ്ണുകളിൽ കൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രണയം തിരിച്ചറിയാൻ പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഴയത് ഓർക്കുന്നുണ്ട് വിക്രം. അതിനുശേഷം കാണിക്കുന്നത് വിനായകൻ്റെ അടുത്തേക്ക് ചായയും കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇന്ന ചായ എന്ന് പറയുമ്പോൾ ചായ വില വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് വല്ല കഷായോ കുഴമ്പോ എന്തെങ്കിലും മേടിച്ചിൻ്റെ അടി നടുവും പുറമൊക്കെ വേദന എടുക്കുന്നു, നിങ്ങളോട് ആര് പറഞ്ഞു ഓടി ചെന്ന് തല്ലി മേടിക്കാൻ എന്ന് ചോദിക്കാനിട്ടോ. എടി അച്ഛനെ തല്ലുമ്പോൾ ഞാൻ നോക്കിക്കണോ? എന്നിട്ട് ആർക്കാ തല്ല് കിട്ടിയത്? അതെ നിങ്ങളുടെ അച്ഛന് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങളെക്കാളും ആരോഗ്യമുണ്ട്, നിങ്ങളാണിങ്ങനെ ഒടിഞ്ഞ ചീമക്കൊന്ന കണക്ക് ഇങ്ങനെ നിൽക്കുന്നത്. അച്ഛനൊന്ന് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് കയറി ചെന്ന് കൊടുത്തിട്ടല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ വിനായകൻ പറയാണ്, എടി അത് പിന്നെ ഇവിടെ തന്നെ നമ്മളൊരു ഔദാര്യത്തിലാണ് കഴിയുന്നത്, അതിൻ്റെ ഇടയിൽ അച്ഛനാരെങ്കിലും വഴക്കൊക്കെ അടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ചെന്ന് തടഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ എടീന്ന് ചോദിക്കണ്ട. ഓഹോ അപ്പോൾ സ്നേഹം കൊണ്ടൊന്നും അല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിൻ്റെ അടുത്ത് പോവുകയാണ്.
പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും വന്നിട്ടുണ്ട്, അതുപോലെ വിശ്വവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായി എന്ന് വിശ്വത്തിനോട് ചോദിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്, വിക്രം എവിടെയാണെന്ന് യാതൊരുവിധ അറിവില്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും സുധ എല്ലാവർക്കും ചായ ഒക്കെ കൊണ്ടു കൊടുക്കുകയാണേ. അപ്പോൾ ശ്രീനിവാസൻ ഇങ്ങനെ പറയാണ് കേട്ടോ, ഇനിയിപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ ടൈമിൽ തന്നെ ഇത് വന്ന് പെട്ടതാണ് പ്രശ്നമായത് എന്ന് പറയട്ടോ. എന്തായാലും വിക്രം വാസവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരാണ് വിക്രമിനെ ആ ഷെഡിൽ താമസിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണെന്ന് പറയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ തന്നെ ഫുഡ് കൊണ്ടു കൊടുക്കാനൊക്കെ പോയല്ലേ? അയ്യോ സാറേ, അതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടുണ്ടായില്ല, പക്ഷേ പ്രശ്നം പറ്റിയത് പുളിക്കനെ ഞങ്ങൾ പിടിക്കാൻ നോക്കിയതാ, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം കേട്ടോ. അവൻ രക്ഷപ്പെട്ടതാണ് പ്രശ്നമായതെന്ന് പറയും. അപ്പോൾ സുധ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുളിക്കാൻ തന്നെ ആയിരിക്കും മുറ്റു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അതെ സാറേ, ചിലപ്പോൾ പുളിക്കാൻ ഇവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലോ, ഇവർ പോകുന്ന സ്ഥലം പുളിക്കാൻ കണ്ടുപിടിച്ചതിന് ശേഷം നേരെ വാസവന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും ആ സ്ഥലം വാസവൻ കണ്ടെത്തിയതെന്ന് അനിയൻകുട്ടൻ പറയുകയാണേ. അപ്പോൾ ശരിക്കും അത് കറക്റ്റാണ്, അങ്ങനെ തന്നെയാണല്ലോ കണ്ടെത്തിയത്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ശരിയാണ്, സാധ്യതയുണ്ട്, അതിനാണ് കൂടുതൽ സാധ്യത എന്ന് പറയുകയാണേ. ജോസഫേ, തനിക്ക് എന്താ തോന്നുന്നത്? താനാണല്ലോ വിക്രമിനെ അവസാനമായിട്ട് കണ്ടതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോസഫ് ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണേ. അവസാനമായി കണ്ടതെന്ന് പറയുമ്പോൾ വിക്രമിനെ രക്ഷപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് വേദ പറയുന്ന കാര്യമാണ് ജോസഫിന് ഓർമ്മ വരുന്നത്. വിക്രം എൻ്റെ കൂടെ ഉണ്ടെന്ന് ശ്രീനിവാസൻ സാറോ അല്ലെങ്കിൽ അനിയൻകുട്ടനോ രാജേട്ടനോ ഒരാളോടും പോലും പറയരുത്, നമ്മൾ 3 പേര് മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ജോസഫിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ശ്രീനി സാറ് ചോദിക്കണം, എന്താണ് ജോസഫെ, എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. അല്ല സാറേ, എനിക്ക് ഞാനപ്പം കണ്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് വിക്രം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് ദൂരം ചെന്ന് നോക്കിയപ്പോൾ വിക്രമിൻ്റെ വണ്ടി മറിഞ്ഞെടുക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അവനെനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ സുധ പറയുന്നുണ്ട്, വാസവനായിരിക്കും ചിലപ്പോൾ വിക്രമിനെ തട്ടിയിട്ടത്. അപ്പോൾ എല്ലാവരും പറയുകയാണെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാസവൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കാനിട്ട് അതിനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇലക്ഷൻ കഴിയുന്നവരെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വാസവൻ അയാളെ വിക്രമിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയൂല എന്ന് തന്നെ പറയുകയാണേ. അങ്ങനെ വിശ്വം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും സാറേ, വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുന്നു, എനിക്കൊരു സമാധാനമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ ശ്രീൻ സാർ പറയുന്നുണ്ട്, അതന്നെയല്ലേ ഇപ്പോൾ എല്ലാവരുടെയും അവസ്ഥ, ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രചാരണം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇത് ഇലക്ഷനെയും കൂടി ബാധിക്കും. അപ്പോൾ സുധ ചോദിക്കുക, ഇലക്ഷനെ ബാധിക്കും? പിന്നെ അല്ലാതെ ഇപ്പോൾ കാര്യങ്ങൾ വാസവന് അനുകൂലമായിട്ട് നിൽക്കുകയാണ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ സുധയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ, ഇത് ഇലക്ഷനെ ബാധിക്കുമോ? ബാധിക്കാൻ സാധ്യതയുണ്ട് സുധേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വരട്ടെ, നോക്കാം എന്താണ് സംഭവിക്കാന്ന് നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാസവന് അനുകൂലമായിട്ട് ആൾക്കാർ നിൽക്കുള്ളൂ. മകൻ്റെ മരണം അതൊരു കാര്യമാക്കി അവർ എടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് വേദ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലാരോ വന്ന് മുട്ടാണ്. അപ്പോൾ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് ദീപ്തി. അതിനകത്തേക്ക് കയറുന്നതിൻ്റെ ഇടയിൽ ദീപ്തി പറയുന്നുണ്ട്, ചേച്ചിയുടെ മുറിയിലേക്ക് അങ്ങനെ ആരും കടക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും സാരില്ല, നീ ഇരിക്കുകയെന്ന് പറയും കേട്ടോ. അങ്ങനെ ഇരുന്നതിന് ശേഷം വേദ ചോദിക്കണം, നീ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ സാഹചര്യത്തിൽ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ദീപ്തി നീ വിചാരിക്കുന്നത് പോലെ വിക്രമല്ല ഇതൊന്നും ചെയ്തത് എന്ന് പറയും. അപ്പോൾ ദീപ്തി പറയാണ്, ചേച്ചി നമുക്ക് ആ ടോപ്പിക്ക് വിടാം, അപ്പോൾ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം നീ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് വേദ പറയും. അപ്പോൾ ദീപ്തി പറയാണ്, സ്നേഹിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കാനേ എല്ലാവരും ശ്രമിക്കുള്ളൂ, അത് തന്നെയാണ് വേദേച്ചി ചെയ്യുന്നതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, അങ്ങനെയല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, വരുൺ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് വിടാൻ തീരുമാനിച്ചതായിട്ട് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെങ്ങനെ ചേച്ചി അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അത് വിക്രമിനോടാണ് വരുൺ തുറന്നു പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അതിനുശേഷം മരിക്കുന്നതിൻ്റെ തലേദിവസം വിക്രമിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ രാഷ്ട്രീയ ജീവിതം എനിക്ക് മടുത്തു, എനിക്ക് വിക്രം ചേട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വേദ കാര്യങ്ങൾ പറയാണ്. അവിടെ വെച്ചിട്ട് വിക്രമിനോട് വരുൺ തുറന്നു പറഞ്ഞത് അമ്മയുടെ മരണം, അതുപോലെ പട്ടം പറത്തിക്കൊണ്ട് പട്ടം മുകളിൽ കുടുങ്ങിയപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് വിളിച്ചിട്ട് പട്ടം കുടുങ്ങിയെന്ന് പറയുമ്പോൾ ഫാനിൽ തൂങ്ങിയാടുന്ന അമ്മേനെ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെയാണോ പട്ടം തൂങ്ങിയാടുന്നതെന്ന് ചോദിച്ചപ്പോൾ വരുണിനുണ്ടായിരുന്ന മനസ്സിൻ്റെ ആഘാതങ്ങളൊക്കെ വരുൺ വിക്രമിനോട് പറഞ്ഞു.
ഇത്രയും കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇത്രയും നിന്നോട് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യങ്ങൾ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നീ മനസ്സിലാക്കിക്കൂടെ? വരുണിനെ വിക്രം ഒരു അനിയനെ പോലെയാണ് കണക്കാക്കിയിരുന്നതെന്നൊക്കെ പറയണം. ഇതിൻ്റെ പിന്നിൽ കളിച്ചത് വേറെ ആരാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രമോയാണ് കാണിക്കുന്നത്. പ്രമോയിൽ വിക്രമും വേദയും തമ്മിലുള്ള പ്രണയമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേദ വിക്രമിനെ പ്രണയിക്കുകയാണ് എന്നുള്ള കാര്യം വിക്രമിനോട് വേദ പറയാതെ തുറന്നു പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.